JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂനിയർ ഇൻസ്ട്രക്ടർ ACD-യുടെ ഇന്റർവ്യൂ വരാൻ പോകുന്ന സാഹചര്യത്തിൽ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് കാണുക മാത്രമല്ല പരമാവധി എല്ലാ ഉദ്യോഗാർത്ഥികളിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ജൂനിയർ ഇൻസ്ട്രക്ടർ ACD-യുടെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുവായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല ഉദ്യോഗാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റിൽ ഇപ്പൊ SLC ബുക്കിന്റെ പേര് തന്നെ ആധാർ കാർഡിലും അതുപോലെ തന്നെ അച്ഛന്റെ പേരാണെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിലും എല്ലാം തന്നെ ആധാർ കാർഡിലും മറ്റു സർട്ടിഫിക്കറ്റുകളിലും എല്ലാം തന്നെ സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ അത് ഒന്നാം സെയിം സർട്ടിഫിക്കറ്റ് മേടിച്ച് കൊണ്ടുവേണം അതിനു വേണ്ടിയിട്ട് പോകാൻ. അല്ലാത്ത പക്ഷം അത് അവർ അംഗീകരിക്കുകയില്ല. തിരിച്ച് നമ്മൾ വീണ്ടും വന്ന് ഒന്നാം സെയിം സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എല്ലാവരും വളരെയധികം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂ നടന്നപ്പോൾ ACD-യുടെ തന്നെ ഇന്റർവ്യൂ നടന്ന അവസരത്തിൽ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഇതുപോലെ തന്നെ അച്ഛന്റെ പേര് ഇനിഷ്യലിൽ വ്യത്യാസം ഉണ്ടായിരുന്നുകൊണ്ട് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതിന്റെ ഒരു കാര്യത്താൽ ആ കുട്ടിയെ തിരിച്ചു പറഞ്ഞെടുക്കുകയും രണ്ടാമത് പിന്നീട് അത് ഹാജരാക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് എടുത്തു പറയുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും ജൂനിയർ ഇൻസ്ട്രക്ടർ ACD-യുടെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെ പേരും ബാക്കിയുള്ള മറ്റ് സർട്ടിഫിക്കറ്റ് SLC ബുക്കിലുള്ള പേര് തന്നെ ആയിരിക്കണം മറ്റ് സർട്ടിഫിക്കറ്റുകളിലെല്ലാം തന്നെ ഉണ്ടായിരിക്കേണ്ടതും. അതിൻ്റെ അകത്ത് ഇനിഷ്യലിൽ ഒന്നും തന്നെ മാറ്റം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് നിങ്ങൾ മേടിച്ച് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത എന്താണെന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ടതാണ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസും അതുപോലെ ഡ്രോയിങ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇന്റർവ്യൂവിന് ഉറപ്പായിട്ടും ചോദിക്കും. അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വേണം നിങ്ങൾ പോകാൻ. അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പോർഷനിൽ നിന്ന് ഈ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ഡ്രോയിങ്സിലെ ഒരു ഏതെങ്കിലും പോർഷനിൽ നിന്ന് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ആവശ്യപ്പെടും. അപ്പോൾ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാതെ പോയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു ക്ലാസ് എടുക്കാൻ പറ്റിയ രീതിയിൽ തന്നെ തയ്യാറായി ഓരോ ഉദ്യോഗാർത്ഥിയും ഇന്റർവ്യൂവിന് പോകേണ്ടതാണ്. അപ്പോൾ ക്ലാസ് എടുക്കുന്ന അവസരത്തിൽ അവര് നിങ്ങളോട് അതിനിടയ്ക്ക് വെച്ച് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആ പോർഷനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാൽ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളമേ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് ഈ ഇന്റർവ്യൂ അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും വിചാരിക്കും അപ്പോൾ ഇന്റർവ്യൂ അത്ര കാര്യമല്ലോ. ഈ ഇന്റർവ്യൂവിന് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇന്റർവ്യൂ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പ്രത്യേകം എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റു പല ഉദ്യോഗാർത്ഥികളും ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിച്ചു സാറേ ഇന്റർവ്യൂ ആണ് എന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ആ ഇന്റർവ്യൂവിനെ ഓർത്ത് പേടിക്കാനോ അല്ലെങ്കിൽ ഒരു ഭയത്തോടു കൂടി ആ ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കരുത്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഒരു ഊർജ്ജത്തോടു കൂടി തന്നെ ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യണം. നമ്മൾ ചോദിക്കുന്ന ഉത്തരത്തിന് കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കണം. അല്ല അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെന്ന് തന്നെ പറഞ്ഞു, അല്ല അത് ഞാൻ പഠിച്ചു തരുന്നു അല്ലെങ്കിൽ മറന്നുപോയി എന്ന് പറഞ്ഞ ആ ഇന്റർവ്യൂവിന് ഒരു കാരണവശാലും നിങ്ങൾ അവിടുത്തെ അധ്യാപകരെ സാർമാരെ നമ്മൾ ഒരു കാരണവശാലും അവരെ കൺഫ്യൂഷനിലാക്കാൻ ഇടവരുത്തരുത്. നിങ്ങൾക്ക് അറിയാൻ വയ്യെങ്കിൽ വയ്യ എന്ന് പറയുക, അല്ലെങ്കിൽ അറിയാവുന്നതിന് കൃത്യമായിട്ട് ഉത്തരം പറയുക. അത് നല്ല ഊർജ്ജസ്വലതയോടുകൂടി ഉന്മേഷത്തോടു കൂടി തന്നെ ആ ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യുക. നല്ല ബോൾഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒരു IT-യിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ആയിട്ട് ജോലിക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിന് ആ IT-യിൽ നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ആസ് എ അധ്യാപകൻ നിങ്ങൾ എങ്ങനെ ഇൻസ്ട്രക്ടർ
അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്? ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കി വേണം അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുക. എന്താണ് ലെസൺ പ്ലാൻ? ഒരു ഷോർട്ട് നോട്ട്. എപ്പോഴും നമുക്ക് ഒരു പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കണം. ആ ഷോർട്ട് നോട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ക്ലാസ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം പറയണം, അവരൊക്കെ ചോദിക്കുമ്പോൾ പറയണം ലെസൺ പ്ലാൻ തയ്യാറാക്കിയാണ് ക്ലാസ് എടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാതെ നമുക്ക് ഒരു കാരണവശാലും വെറുതെ ഒരു ഇൻസ്ട്രക്ടറെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ലെസൺ പ്ലാനുകളൊക്കെ തയ്യാറാക്കി വേണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വേണം നമ്മൾ ക്ലാസ് എടുക്കാൻ, ക്ലാസ്സിൽ ചെല്ലേണ്ടത്, അതെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നല്ല ബോധവാന്മാരായിരിക്കണം. ആ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ലെസൺ പ്ലാന് തയ്യാറാക്കിയാണ് ക്ലാസ് എടുക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പോകുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, യാതൊരുവിധ നെഗറ്റീവ് ചിന്തകളും പാടില്ല. നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും നല്ലതായിട്ട് പൂർത്തീകരിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും ജോലിയിൽ പ്രവേശിക്കാനും ഒക്കെ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഈശ്വരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.